ഇന്നലെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കാണാൻ മന്ത്രിമാർ നേരിട്ട് രാജ്ഭവനിൽ എത്തിയതോടെ സർക്കാർ ഗവർണർ പോരിൽ മഞ്ഞുരുക്കത്തിന്റെ സാധ്യതകൾ കണ്ടിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഗവർണറുടെ നിലപാടാണ് ഏറെ ശ്രദ്ധേയം. ഒരേ സമയം സർക്കാരുമായി കൈകോർക്കുകയും ഒപ്പം സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയുമാണ് ഗവർണർ. സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിലേക്ക് വരാമെന്ന് സമ്മതിച്ച ഗവർണർ അതേസമയം തന്നെ VC നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് സെർച്ച് കമ്മിറ്റിയുടെ പട്ടിക കൈമാറണം എന്ന സുപ്രീം കോടതി വിധിക്കെതിരെ ഭേദഗതി അപ്പീൽ സമർപ്പിക്കുകയും ചെയ്തു. VC നിയമനത്തിലെ ഗവർണറുടെ ഹർജി പല കണക്കുകൂട്ടലുകളും മനസ്സിൽ വെച്ചുകൊണ്ടുള്ളതാണ്. അതൊക്കെ തന്നെ സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതും. നിർണായകമായ നീക്കമാണ് ഇന്നലെ ഗവർണർ നടത്തിയത്. വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയെ അറിയിക്കണമെന്ന സുപ്രീം കോടതി വിധിയാണ് ഗവർണറുടെ പുതിയ പിണക്കത്തിന് ആധാരം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിന് സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടിക മുഖ്യമന്ത്രിക്ക് നൽകണമെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. എന്നാൽ സെർച്ച് കമ്മിറ്റി പട്ടിക മുഖ്യമന്ത്രിക്കല്ല, മറിച്ച് ചാൻസലറായ തനിക്കാണ് നൽകേണ്ടത് എന്ന് ഭേദഗതി ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. VC നിയമനത്തിൽ മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ ഒരു പങ്കുമില്ല എന്നുകൂടി അദ്ദേഹം വാദിക്കുന്നു. അങ്ങനെ VC നിയമനത്തെ ചൊല്ലി ഗവർണർ സർക്കാരുമായി പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. ആർലേക്കറുടെ പുതിയ നീക്കം പല രീതിയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് മേൽക്കൈ കിട്ടാതിരിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുക, ഒപ്പം കേന്ദ്ര സർക്കാരിന് പ്രാതിനിധ്യം നേടിക്കൊടുക്കുക എന്നതാകാം സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നതിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അറ്റോർണി ജനറലിൽ നിന്ന് നിയമോപദേശം സ്വീകരിച്ചതിന് ശേഷമാണ് ഗവർണറുടെ നടപടി എന്നതും പ്രത്യേകം കാണണം. ജസ്റ്റിസ് സുധാംശു ദിലിയുടെ അധ്യക്ഷതയിൽ കേരളത്തിന്റെ 2 പ്രതിനിധികളും ചാൻസലറുടെ 2 പ്രതിനിധികളും അടങ്ങുന്ന 5 അംഗ സമിതിയാണ് സെർച്ച് കമ്മിറ്റി. ഈ കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടിക മുഖ്യമന്ത്രിക്ക് കൈമാറണമെന്ന വിധിയിലാണ് ഗവർണർക്ക് അതൃപ്തി. ഇത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ സെർച്ച് കമ്മിറ്റിയിൽ സംസ്ഥാന സർക്കാരിന് മേൽക്കൈ കിട്ടാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകാതിരിക്കാനുള്ള നീക്കമായി ഇതിനെ കാണണം. ഒപ്പം ഇപ്പോഴുള്ള 5 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരണം UGC ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നും UGC പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ UGC പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തിയാൽ കേന്ദ്രത്തിന് പ്രാതിനിധ്യം വർദ്ധിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. അതും ഗവർണറുടെ ലക്ഷ്യമാണ്. കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ നിന്നാണ് സർക്കാരും ഗവർണർ രാജേന്ദ്ര ആർലേക്കറും പോരു തുടങ്ങുന്നത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി നിരന്തരം ഏറ്റുമുട്ടിയിരുന്ന സർക്കാർ ആരിഫ് ഖാൻ മാറി പുതിയ ഗവർണർ വന്നപ്പോൾ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലായിരുന്നു തുടക്കം. എന്നാൽ പതിയെ കാര്യങ്ങൾ മാറിമറിയാൻ തുടങ്ങി. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ രാജേന്ദ്ര ആർലേക്കറും RSS അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെന്നായി സർക്കാർ. അതിന് നിദാനമായത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന ഒരു പരിപാടിയും. RSS അനുകൂല സംഘടനയുടെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചത് വിവാദമായി. രജിസ്ട്രാർ ഇടപെട്ട് പരിപാടി റദ്ദാക്കുകയും ഭാരതാംബയുടെ ചിത്രം നീക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത് ഗവർണറെ അപമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഗവർണർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് പിന്നീട് നടന്ന ചരിത്രം. ഇവിടെ നിന്നാണ് വിവാദങ്ങളുടെയും പ്രതിസന്ധിയുടെയും എല്ലാം തുടക്കം. പിന്നീട് അങ്ങോട്ട് ഗവർണറും സർക്കാരും നിരന്തരം ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി. ഇതിനിടയിലാണ് മറ്റൊരു ഭാരതാംബ വിവാദം കൂടി ഉടലെടുക്കുന്നത്. രാജ്ഭവനിൽ സർക്കാർ പരിപാടി നടക്കുമ്പോഴായിരുന്നു പുതിയ വിവാദം. സർക്കാർ പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെക്കുന്നത് ഭരണഘടനാപരമല്ല എന്ന് മന്ത്രിസഭ നിലപാടെടുത്തു. ഗവർണർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അടക്കം ഗവർണർ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന സ്ഥിതിയുമുണ്ടായി. പാദപൂജ വിവാദം വന്നപ്പോഴും മന്ത്രിയുടെ നിലപാടിനെ പരസ്യമായി വിമർശിച്ചു. പാദപൂജയെ അനുകൂലിച്ച് ഗുരുപൂജ നമ്മുടെ സംസ്കാരമാണ് എന്നായിരുന്നു ഗവർണറുടെ വാദം. ഇതെല്ലാം കൂടി ആയതോടെ സർക്കാരും ഗവർണറും തുറന്ന പോരിലേക്ക് നീങ്ങി. എന്നാൽ സർവകലാശാലയിൽ സർട്ടിഫിക്കറ്റുകളും ഫയലുകളും കെട്ടിക്കിടന്നതോടെ ഇത് രാഷ്ട്രീയമായി തിരിച്ചടിയുണ്ടാക്കുമെന്ന വിലയിരുത്തലിൽ ഇരുകൂട്ടരും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ഒറ്റയടിക്ക് ഫയലുകൾ തീർപ്പാക്കി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരവുമായി. ഇതിനിടയിലും ഏറ്റുമുട്ടൽ ഒഴിഞ്ഞിരുന്നില്ല. വിവാദങ്ങൾക്കെല്ലാം ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും മഞ്ഞുരുകിയില്ല. സ്വാതന്ത്ര്യദിനത്തിൽ രാജ്ഭവനിൽ സംഘടിപ്പിച്ച അറ്റ് ഹോം പരിപാടി മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം ബഹിഷ്കരിച്ചു. സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും സാധാരണ നടത്താറുള്ള അത്താഴ വിരുന്നാണ് അറ്റ് ഹോം പരിപാടി. ഇതിനിടയിലാണ് സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. എന്നാൽ ഭരണത്തലവൻ എന്ന നിലയിൽ കോളേജുകളുടെ ഭരണത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാമെങ്കിലും VC നിയമനത്തിൽ ഒരു പങ്കുമില്ല എന്ന വാദമാണ് ഗവർണർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഘട്ടത്തിലാണ് സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിലേക്ക് ഗവർണറെ ചട്ടപ്രകാരം ക്ഷണിക്കുന്നത്.
പതിവ് രീതി അനുസരിച്ച് ഗവർണറെ ക്ഷണിക്കാൻ മന്ത്രിമാർ രാജ്ഭവനിൽ നേരിട്ടെത്തി. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും PA മുഹമ്മദ് റിയാസുമാണ് രാജ്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ ക്ഷണിച്ചത്. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഗവർണർ അറിയിച്ചതായി രാജ്ഭവൻ സന്ദർശനത്തിന് ശേഷം മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 9 നടക്കുന്ന ഓണാഘോഷ റാലി ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഗവർണർക്ക് ഓണക്കോടി കൂടി സമ്മാനിച്ച ശേഷമാണ് മന്ത്രിമാർ മടങ്ങിയത്. ഓണം വാരാഘോഷത്തോടെ ഗവർണറും സർക്കാരുമായുള്ള സംഘർഷത്തിൽ അയവ് വരുമോ? സുപ്രീം കോടതിയിലെ കേസിൽ സർക്കാർ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്.